വേണ്ടി മാത്രം ഞാൻ വാങ്ങിക്കൊടുത്ത ചെയറാ അത്. അല്ലെങ്കിലും കുറി കിട്ടണമെങ്കിൽ എനിക്ക് ചെയർ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ ആദ്യമേ അമ്മയോട് പറഞ്ഞതാണ് എത്ര രൂപ വേണമെന്നുള്ളത്. അത് അമ്മയ്ക്ക് അറിയാം, അത് അമ്മ എനിക്ക് തരുകയും ചെയ്യും. നീ എന്നോട് 8 ലക്ഷം വേണമെന്നല്ലേ പറഞ്ഞത്? ആ 8 ലക്ഷം കേട്ടില്ലേ? ബാക്കി 2 ലക്ഷം അമ്മ എന്ത് വേണം ചെയ്തോ, അതിലൊന്നും എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാനേ ഈ നക്കാപ്പിച്ച വാങ്ങാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ അമ്മ എന്തിനാ 8 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞാലേ 1.5 ലക്ഷം രൂപന്റെ ബൈക്കാണ് ഇവിടെ എത്താൻ പോകുന്നത്. എനിക്ക് അമ്മ ഒരു 7 ലക്ഷം രൂപ തന്നാൽ മതി. 2.5 അമ്മ എന്ത് വേണേ ചെയ്തു, ഒരു കുഴപ്പമില്ല എനിക്ക്. ആ തര 7.5 ലക്ഷം അതും സ്വപ്നങ്ങളോട് കാത്തിരുന്നോ? എന്തിന്റെ കുറവാ അമ്മ ഏട്ടനുള്ളത്? ഈ ആർത്തിപ്പണ്ടാരെന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു ആർത്തിപ്പണ്ടാരം ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തൊക്കെ കഷ്ടപ്പാടാണ് എനിക്കുള്ളത്. പെങ്ങന്മാർക്ക് കൊടുക്കുന്ന ആങ്ങളമാരെ ഈ ലോകത്ത് മുഴുവൻ കണ്ടിട്ട് ഇത് അങ്ങോട്ട് വേണം എന്നുള്ളത്. ഭാര്യന്റെ സ്വർണ്ണ ഇഷ്ടം പോലെ ഇല്ലേ? അതെന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരെ. ഞാനേ ഈ ചെയർ മാത്രം കണ്ടുകൊണ്ടല്ല അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു വള സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്ക് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുക. അത് അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ ആ പൈസയും വാങ്ങിക്കൊണ്ട് പോകും. നിങ്ങൾ കൊണ്ടുവന്ന ആ പാട്ട വണ്ടിയല്ലേ, സ്വർണത്തിന്റെ അത്ര മതിപ്പൊന്നും ആ വണ്ടിക്കില്ലല്ലോ. ഇതമ്മ വള, ഇത് അമ്മയ്ക്കോ ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞുണ്ടാക്കി കൊണ്ടുവന്നത്. അതാരും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഇത്ര നേരം ഞാൻ ഈ കാര്യം പറയാതിരുന്നത്, ഒരു കാര്യം ഞാൻ അമ്മയ്ക്ക് ചെയ്യുമ്പോൾ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അത് ചിലരുടെ ചീപ്പ് സ്വഭാവം. ഇതമ്മ എനിക്ക് കൂടി തന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ അമ്മ ഇതിട്ട് കണ്ണാതെ എന്റെ സത്യസന്ധത ചോദ്യം ചെയ്തായിട്ട് അമ്മയെടുത്ത് എനിക്ക് വേണ്ട. നിർത്തണ നിന്റെ കള്ളക്കാശിന്. 1/2 മണിക്കൂറുള്ളിൽ നിൽക്കാൻ സമയമില്ല. അവൻ 2 കിലോ കപ്പ ഇവിടെ വാങ്ങി വെച്ചിട്ട് വരുമ്പോ എടുക്കാൻ വന്നല്ലേ നീ വന്നിട്ട് 10 ലക്ഷം കുറിയും കൊണ്ടുപോകണല്ലേ ഈ വളയും തന്നിട്ട്? നീ വള എനിക്ക് തരാൻ വേണ്ടി മേടിച്ചതാ? നിന്റെ കള്ളത്തിൽ ഇന്നത്തോടെ നിർത്തിക്കോ. നിനക്ക് 7.5 ലക്ഷം മതിയില്ലേ? 1.5 ലക്ഷത്തിന് ബൈക്ക് വാങ്ങിയിട്ട് 7.5 ലക്ഷം കൊണ്ടുപോകണം. എനിക്കും അച്ഛനും സുഖമില്ല പറഞ്ഞ 100 പ്രാവശ്യം പിന്നെ തിരിഞ്ഞു നോക്കൂടാ നീ. ഇപ്പൊ കുറിയുണ്ടെന്ന് പറഞ്ഞ പാഞ്ഞിവിടെ എത്തി, എല്ലാ തിരക്കും ഉപേക്ഷിച്ചിട്ട്. എന്നും ഇതൊക്കെ സ്നേഹം കണ്ടിട്ട് രണ്ടും കൂടെ ചുറ്റിപ്പെട്ട് നിൽക്കുമ്പോഴേ എനിക്ക് മനസ്സിലായതാ നിങ്ങൾ എവിടം വരെ പോകും നോക്കട്ടെ വിചാരിച്ചതാ ഞാൻ. ഇതാ 2 ചെയർ വാങ്ങിക്കൊണ്ടുവരുന്നു, വളയൂരി തരുന്നു. ഇത് അവരുടെ വണ്ടി കൊണ്ടുവരത്ര 1.5 ലക്ഷത്തിന്റെ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ച് ആ 10 ലക്ഷത്തിന്റെ കുറി എടുത്ത് നിങ്ങളുടെ കൈ തരുന്നുള്ളതാ? ആ കുറി കിട്ടിയാലേ ഇതൊക്കെ ഞങ്ങൾക്ക് സ്വന്തം തന്നെ വാങ്ങാൻ അറിയാം. അത് കണ്ടിട്ട് എന്റെ മക്കൾ ആരും ഇവിടെ നിൽക്കണ്ട. അച്ഛൻ വരാൻ സമയമായി. ഇനിയിപ്പൊ അച്ഛന്റെ വായിലിരിക്കുന്നത് കൂടി കേട്ടിട്ടേ പോകുന്നുണ്ടെങ്കിൽ 2 ഇവിടെ ഇരുന്നോ, ഞാൻ പോയി ചായ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ ഇതാ 2 കൂടി ഇവിടെ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോളെ. ഇനി എന്ത് നോക്കി നിൽക്കാ നീ? എന്നോട് വരികയാണെങ്കിൽ വാ, ഞാൻ നിന്നോട് ഡ്രോപ്പ് ചെയ്യാം. ആ വരാം. ആ വാളയെങ്കിൽ താമ 60,000ന്റെ മുതലാ, അതിന് വെറുതെ തരാൻ പറ്റില്ല. ഏട്ടാ വാട്ടാ. നീ പോകുമ്പോഴേ ഈ 2 ചെയറും കൂടി കൊണ്ടുവയ്ക്കോ. ഇനിയിപ്പൊ ഇതിന്റെ പേരില് ലക്ഷങ്ങൾ നിന്റെ ഭർത്താവിനും കൂടി ചോദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തരാനില്ല.